Good morning. Today's class we are going to discuss about the nomenclature of the compounds with the chiral axis. Well, last class we compounds chiral axis chirality chiral axis chirality optical activity compounds biphenyls, allenes, pyrenes അങ്ങനത്തെ compounds നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ nomenclature, R and S nomenclature, how we can given to these compounds are going to discuss today. Okay. അപ്പോൾ ഇവിടെ നമ്മൾ നോമൻക്ലേച്ചറിൽ നമ്മൾ സീക്വൻസ് റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് ഒരു കണ്ടീഷൻ അഡീഷണൽ ആയിട്ട് നമ്മൾ പറയുന്നത്, ദറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, all the four groups need not be same for the compounds having chiral axis because they are not lying in the same plane. So the rule here we are applying is that two near groups precedes the two far groups. അപ്പം നാല് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് XY ആക്സിസ് കൂടെയാണ് ഇതിൻ്റെ chiral ആക്സിസ് കടന്നു പോകുന്നത്. Okay, we can view the molecule from the X direction or from the Y direction. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നാണ് ഒബ്സർവർ ഈ മോളിക്യൂളിനെ വ്യൂ ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ പ്രയോറിറ്റി വി ആർ ഗിവിംഗ് ടു ദ ഗ്രൂപ്പ്സ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെടുത്ത കോമ്പൗണ്ട് ഹാവിംഗ് ദ chiral ആക്സിസ് ഹാവിംഗ് ദ സബ്സ്റ്റിറ്റ്യൂവൻസ് A, B, C. അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂവൻസ് ഇതാണ് നമ്മൾ ഇവിടുത്തെ കോമ്പൗണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൽ നോക്കുക. അപ്പോൾ A, B, C എന്ന 4 ഗ്രൂപ്പ്സ് ആണുള്ളത്. If we are observing the molecule from X direction, കണ്ടോ X ഡയറക്ഷനിൽ കാണിച്ചിട്ടുണ്ട് X. അപ്പോൾ X ഡയറക്ഷനിൽ നിന്നാണ് കൊടുക്കുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ സോ വി ആർ ഗിവിംഗ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ടു A ആൻഡ് B. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഒബ്സർവ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. സോ A ആൻഡ് B ഈസ് ഹാവിംഗ് ദ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A is having higher priority when compared with B. A is greater than B. Okay, so we will give number 1 for A and number 2 for B. Okay, അപ്പോൾ നമുക്ക് അടുത്ത പ്രയോറിറ്റി കൊടുക്കേണ്ടത് Y ഡയറക്ഷനിലുള്ളതാണ്. അവിടെ നമുക്ക് കൊടുക്കുന്നത് C is greater than D എന്നുള്ളൊരു കണ്ടീഷനാണ്. C greater than D കൊടുത്തു കഴിഞ്ഞാൽ Cക്ക് 3ഉം Dക്ക് 4ഉം വരും. അപ്പോൾ സോ ഹിയർ 1, ഇത് 2, ഹിയർ 3 ആൻഡ് ഇത് 4. അപ്പോൾ ആ നമ്പർ മാത്രം വെച്ച് നമ്മൾ ടെട്രാഹെഡ്രൺ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, 1, 2, 3, 4. ഓക്കെ, നമുക്ക് ഈ ടെട്രാഹെഡ്രനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഓക്കെ 1, 2, 3, 4 ഡയറക്ഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. നമുക്കിത് വരുന്ന നമ്മുടെ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല സ്റ്റൈലിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 1, 2, 3, 4. ഓക്കെ, 4 താഴെ വരും, 3 and 2 ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് 1 അറ്റ് ദ ടോപ്പ് പൊസിഷൻ. സോ നെക്സ്റ്റ് നമ്മൾ ഏതാണ് ഡയറക്ഷനിൽ നമുക്ക് ഗ്രൂപ്പ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഡയറക്ഷൻ വരയ്ക്കുക. സോ 1, 2, 3 ഹിയർ ആൻഡ് 4 ഇസ് അറ്റ് ദ ലോവസ്റ്റ് പൊസിഷൻ. Here it is having R configuration. Okay, 4 lowest position വരുന്നു, clockwise directionലാണ് നമുക്ക് ഡയറക്ഷൻ കിട്ടിയത്. So it is having R configuration. Okay, ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചതാണ്. അടുത്ത് നമുക്ക് ഇപ്പോൾ X ഡയറക്ഷനിൽ വ്യൂ ചെയ്ത കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. Next we are going to see what happens if we are viewing the molecule from the Y direction. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ Y ഡയറക്ഷനിൽ നിന്നാണ് നോക്കാൻ സൗകര്യം. സോ if we are observing from this side, then we will give the first priority to the direction which is close to us, that is Yൻ്റെ സൈഡിലുള്ളത് Cയും Dയും ആണ്. അവിടെ C is greater than D എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So C will get the first priority and D is having the second priority. So 1 and 2 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എയും ബിയിലും A is greater than B എന്ന് പറഞ്ഞിട്ടുണ്ട്. So A will get the priority 3 and
B is having the priority 4. So അത് നമ്മൾ substitute ചെയ്ത് കഴിഞ്ഞു. So it will be like this. So ഇതിനെ നമ്മൾ rotate ചെയ്യുകയാണെങ്കിൽ okay. 1, 2, 3, 4 ഈ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മളിവിടെ ഫിഷർ പ്രൊജക്ഷൻ വരച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യാം. സോ 1, 2, 3 it is having anti-clockwise direction. So it is having the configuration yes. But since 4 is not in the lowest position, we have to reverse the configuration as R. So its original configuration is R. നമുക്ക് x direction നോക്കിയാലും y direction നോക്കിയാലും molecule is having the same configuration എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഡയറക്ഷനും കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ you have to look at any one of the direction. നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാ ഡയറക്ഷനും നിങ്ങൾക്ക് രണ്ട് ഡയറക്ഷനിൽ നിന്നുള്ള പോസിബിലിറ്റിയും ചെക്ക് ചെയ്യാം. സോ ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ ടെട്രാഹെഡ്രൺ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ഓൺലി 4 സബ്സ്റ്റിറ്റ്യൂവൻസ്. ക്ലോറിൻ നമുക്ക് അഡീഷണൽ തന്നിട്ടുണ്ടെങ്കിലും വി നോ ഇറ്റ്സ് നോട്ട് നീഡഡ്. സോ നമ്മൾ ആദ്യമേ പറഞ്ഞ് 2, 2' and 6' പൊസിഷൻ ഈസ് ഹാവിങ് ഇമ്പോർട്ടൻസ് ഫോർ ദ ഗ്രൂപ്പ്സ് വിത്ത് കൈറൽ ആക്സിസ്. അപ്പോൾ സോ നമ്മൾ ടെട്രാഹെഡ്രൺ വരയ്ക്കുകയാണെങ്കിൽ so COH will be here, NO2 will be here, next NO2 will be here, and COH will be here. Okay, here NO2 is having, നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് this is the XY direction. We are observing this molecule from X direction നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. സോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് NO2നാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സോ NO2 is having 1, COH is having priority 2. In Y direction, NO2 is having the first priority 3 here, and COH is having the second priority. So our tetrahedron will be like this. നമുക്ക് so 1, 2, 3, 4. 1, 2, 3, 4. Okay. ഇനി നമുക്കത് ഫിഷർ പ്രൊജക്ഷനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ it will be like this. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് പേപ്പറിൽ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഇമാജിൻ ഇറ്റ്. ഓക്കെ, so 1, 2, 3, 4. It's having direction 1, 2, 3, 4. It's having anti-clockwise direction, so it is having configuration S. Okay. Next we are looking the molecule from Y direction. Y direction ഇതാണെങ്കിൽ Y direction ഇതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെയാണ് കൊടുക്കേണ്ടത്. NO2, the COH, ഇവിടെ 3, ഇത് 4. So tetrahedronൽ 1, 2, 3, 4 it will be like this. 1, 2, 3, 4. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ,
So we will be getting like this. 1, 2, 3, 4. So 1, 2, 3, 4 is having S configuration. Since 4 is in the vertical position, there is no need to change. So both ways we are getting S configuration. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ബൈഫിനൈൽസിൻ്റെ ആയാലും അലീൻസിൻ്റെ ആയാലും സ്പൈറൈൻസ് ആയാലും, ദാറ്റ് ഈസ് ദ മോളിക്യൂൾസ് ഹാവിങ് chiral axis, will follow this kind of a nomenclature rule. Okay. Next we are going to see another example. So it is having chlorine here. Here also it is having chlorine. Here it is having COH group. Here it is having NO2 group. Here it is having methyl group. It's having hydrogen group. അപ്പോൾ ഇവിടെ നമ്മുടെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ് രണ്ടും ക്ലോറിൻ ആണ് വന്നിട്ടുള്ളത്. സോ ഓക്കെ, രണ്ട് ക്ലോറിൻ ആണ് വന്നിട്ടുള്ളത്. സോ മോളിക്യൂൾ എന്ന് പറയുന്നത് രണ്ട് ഫിനൈൽ ഗ്രൂപ്പ്സും രണ്ടും ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്, ബിക്കോസ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ എ ബിഗർ വൺ. So it shows the optical activity. So in order to assign the configuration, we have to look at the next position, that is methyl and hydrogen are at the ortho position. Meta position. So we have to look at these groups. Then we can draw the tetrahedron like this. So hydrogen here, methyl group here, COH group here, and NO2 group here. Okay, and the chiral axis is this. It is having X, Y. If you are viewing the molecule from the X direction, we will give first priority to methyl group, second to hydrogen. Then at the Y direction, here we are having NO2 as the first priority, so 3 here, and COH group having the fourth priority. Okay. So ഇനി നമ്മൾ name assign ചെയ്യുകയാണെങ്കിൽ it will be like this: 1, 2, 3, 4. So 1, 2, 3, 4 is having S configuration. Okay. If we are viewing the molecule from the Y direction, so NO2 group is having the first priority 1 here, COH is having the second priority here, methyl group is having the third priority, and hydrogen is having the fourth priority. And if you are drawing this 1, 3, 4, 2. So 1, 2, 3, 4. Here also we are getting S configuration. Since fourth is in the vertical position, no need to change the configuration. So both ways we are getting the S configuration. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി വരും, ഈ ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി വരും. അത് മാത്രം ചെക്ക് ചെയ്യാം. അതുപോലെ ഗ്രൂപ്പ്സ് അസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രജനെ കാട്ടിയും ഫസ്റ്റ് പ്രയോറിറ്റി NO2 ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടേണ്ട ആവശ്യമില്ല. ഏത് സൈഡിൽ നിന്നാണോ വ്യൂ ചെയ്യുന്നത് ആ സൈഡിലുള്ളതിനാണ് ഫസ്റ്റും സെക്കൻഡും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫാർ എൻഡിലുള്ളതിന് അതുപോലെ ഫസ്റ്റും സെക്കൻഡും പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ ഹൈഡ്രജൻ
നമ്മുടെ സീക്വൻസ് റൂൾ അനുസരിച്ച് ലോവസ്റ്റ് പ്രയോറിറ്റി വരുന്നതാണെങ്കിൽ കൂടി ഇവിടെ നമ്മൾ ഏത് ഡയറക്ഷനിൽ നിന്നാണോ വ്യൂ ചെയ്യുന്നത് ആ ഡയറക്ഷൻ്റെ ആണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പം ബാക്കിയുള്ള സീക്വൻസ് റൂളിന് ഒരു എഗനിസ്റ്റ് ആയിട്ടാണ് ഇത്ര നേരം പഠിച്ച സീക്വൻസ് റൂളിന് എഗനിസ്റ്റ് ആയിട്ടാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ നിയർ എൻഡ് ഈസ് ഗിവൺ ഫസ്റ്റ് പ്രയോറിറ്റി ഓവർ ദ ഫാർ എൻഡ്. അപ്പം ഏത് മോളിക്യൂള് സ്പൈറൈൻ എടുത്ത് നോക്കിയാലും ബൈഫിനിയൽസ് ആയാലും അലീൻസ് ആയാലും എല്ലാം ഇതേ സെയിം റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അലീൻസിൻ്റെ വേറൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇറ്റ് ഈസ് C double bond C double bond C. That is having methyl group here and distribute CM3 here. Okay, so ഇവിടെ നമ്മൾ ടെട്രാഹെഡ്രൺ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ ടെട്രാഹെഡ്രൺ ആദ്യം വരയ്ക്കാം. ഓക്കെ, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ CME3, ഇവിടെ Cl, and here we are having H, and the direction is like this, and we are giving the first priority to in the X direction, then the tetrahedron will be like this. CME3 ki first priority, methyl group is having second priority. Here we are having chlorine with the third priority and hydrogen with the fourth priority. And 4 ഉം 2 ആണ് horizontal വരുന്നത്, 1 ഉം 3 ഉം in the vertical. So 1, 2, 3, 4 having direction like this R. So since 4 is not in the vertical position, is having the original configuration yes. Okay, now നമ്മൾ y direction in view ചെയ്യുകയാണെങ്കിൽ it will be having the same like this. Okay, y direction ആണ് വ്യൂ ചെയ്യുന്നതെങ്കിൽ chlorine is having the first priority, hydrogen is having the second priority, CME3 has having the third priority, and methyl is having the fourth priority. And next we are assigning the configuration like this: 2, 4, 1, 3. Okay, ഈ ഡയറക്ഷൻ ഹൊറിസോണ്ടലും ഈ ഡയറക്ഷൻ വെർട്ടിക്കലും എന്ന് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഹൊറിസോണ്ടൽ ആൻഡ് ദിസ് ഇസ് വെർട്ടിക്കൽ. So 1, 2, 3, 4 is having our configuration. Since 4 is not in the vertical position, we are giving the configuration as F. So both sides we are getting the same configuration. So this is example for Ali. ഇതുപോലെ സ്പൈറൈനും നമുക്ക് ചെയ്യാം. സ്പൈറൈൻ്റെ എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് വൺ. Okay, next example, spirines and alkylene cycloalkanes. So spirine example, രണ്ട് കാർബൺ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് അവിടെ രണ്ട് റിങ് വരെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹിയർ NH2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഹാവിങ് ഹൈഡ്രജൻ, മുകളിലും ഇതുപോലെ NH2 and here it is here having hydrogen. So നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടെട്രാഹെഡ്രൻ വരയ്ക്കുകയാണ്. ഇത് വരച്ച് തന്നെ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ തോന്നും നിങ്ങൾക്ക്. അപ്പം ഫസ്റ്റ് ഡയറക്ഷനിൽ NH2 ഇവിടെ, hydrogen ഇവിടെ. So here you are having NH2 here and hydrogen here. And the chiral axis is like this. You are having X direction and you are having Y direction. So
If we are viewing the molecule from y direction, we are giving the first priority to H2 here. Hydrogen is having the second priority. Here H2 is having the third priority and hydrogen is having the fourth priority. And next we are going to the configuration assignment like this: 1, 4, 3, 2. So 1, 2, 3. Here we are having S direction, S configuration. Since 4 is not in the vertical position, we are giving R configuration. Okay. In the direction, both directions you note cheese. അതുപോലെ ആൽക്കലൈൻ സൈക്ലോആൽക്കെയ്ൻസ്, അതായത് ഒരു സി ഡബിൾ ബോണ്ട് സി മാത്രം മാറ്റിയിട്ട് അവിടെ ഒരു റിങ് വരികയാണ്. ഓക്കെ, so here we are having the substituent CH3 and hydrogen here and COH here and hydrogen here. So next step we are going to draw the tetrahedron. So COH is having the, if you are looking the molecule from this side, ഓരോ കൂടുതൽ പോകുന്തോറും ഓരോ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യണം. So COH is having the first priority and H is having the second priority here. So we are drawing COH here and hydrogen here. അതുപോലെ CH3 is having the third priority here and hydrogen is having the fourth priority. So 3 and 4. ഇനി നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ 3, 2, 1, 4. So 1, 2, 3 is having R configuration. Since 4 is in the vertical position, no need to change. So this molecule is having R configuration. And this is the way we are representing the configuration for the molecules having chiral axis. അതേപോലെ കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഫോർവേഡ് ചെയ്യാം. ജസ്റ്റ് ട്രൈ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, വേറൊരു മിസ്റ്റേക്കും വരില്ല. ദിസ് ഈസ് ഫോർ ദ കേസ് വെയർ ദ മോളിക്യൂൾസ് ഇസ് ഹാവിങ് chiral axis. Okay, thank you.